ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രതിഷേധിക്കാനെത്തിയ ഡിവൈഎഫ് പ്രവർത്തകരെ കൈ ഉയർത്തി കാണിച്ച് രാഹുൽ അഭിവാദ്യം ചെയ്തു എന്നുകൂടി വാർത്ത വരുന്നുണ്ട്. രാഹുൽ എന്തായാലും പോലീസ് വാനിലേക്ക് കയറുന്നതിന് മുമ്പ് അഭിവാദ്യം ചെയ്തു അവരെ. എന്തായാലും മാവേലിക്കര ജയിലിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർപ്പിച്ചിരുന്നത്. വലിയൊരു മാധ്യമ പട തന്നെ അവിടെ ഉണ്ടായിരുന്നു. പട ഭേദിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്ന് വണ്ടിയിൽ കയറുന്നതിന് മുമ്പാണ് പ്രതിഷേധിക്കാമെന്ന ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ അഭിവാദ്യം ചെയ്ത് വാനിലേക്ക് കയറിയത്. രാഹുലിനെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാൻ പോകുന്നത്. ഈ ജയിൽ പരിസരത്ത് നല്ല കനത്ത പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നതുപോലെ തിരുവല്ല കോടതി മജിസ്ട്രേറ്റ് കോടതിയിലാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കാൻ പോകുന്നത്. കോടതി പരിസരത്തും ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയൊരു ആൾക്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വാഹനം സഞ്ചരിക്കുന്ന തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് യാത്ര. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാൻ പോകുന്നത്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ശരിക്കും ഈ സാധാരണ പോലീസ് ജീപ്പിലൊക്കെ കൊണ്ടുപോകുന്നത് ഇന്ന് കുറച്ചുകൂടെ കനത്ത ബന്ദോബസ്തിലാണല്ലോ. ഈ പ്രതിഷേധക്കാരെ ഭയന്നാണോ പോലീസ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത്? തീർച്ചയായും കനത്ത സുരക്ഷയിലാണ് ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. 2 ബസ്സുകളിൽ നിറയെ പോലീസുകാരുണ്ട്. അതിൽ ഒരു ബസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലുള്ളത്. അതുകൂടാതെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പോലീസ് ജീപ്പുകളിലായും നിറയെ പോലീസുകാരുണ്ട്. അതായത് വഴി നീള പ്രതിഷേധം പോലീസിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പോലീസിനുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ പലയിടങ്ങളിലെ രാഹുലിനെതിരെ പ്രതിഷേധവുമായി വരും എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം പ്രതിയുമായി പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലെല്ലാം പോലീസിന്റെ അധിക വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ വാഹന വ്യൂഹത്തിനൊപ്പം അധിക പോലീസുകാരെ കൂടി നിയോഗിച്ചത്. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് മാവേലിക്കര ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കിയത്. ഈ സമയത്ത് ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധം ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ കൈ ഉയർത്തി ചിരിച്ചു കാണിച്ചാണ് രാഹുൽ ഇപ്പോഴൊരു ദൃശ്യം പ്രേക്ഷകർ കാണുന്നില്ലേ? അതായത് ഡിവൈഎഫുകാർ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നമ്പർ 1 കോഴി എന്നൊക്കെ പിടിച്ച ട്രോഫിയുമായിട്ടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. തിരുവല്ല കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.